ആവേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കരങ്ങളടിച്ച് കണ്ണുകളടച്ച് ഈ ശരീരം യേശുവിൻ്റെതാണ് വിശ്വസിച്ച് കൈയടിച്ച്. യെസ്, mighty anointing. I believe and I claim. Oh Lord, right now I believe and I claim. Mighty healings upon me, mighty deliverance upon me. ഞാൻ കർത്താവ് വിശ്വസിക്കുന്നു. യെസ്, വിശ്വസിക്കുന്നു. കരങ്ങൾ ഉയർത്തി കൈയടിച്ചേ. യെസ്, ഓരോ വ്യക്തിയും വിശ്വസിക്കട്ടെ. വിശ്വസിക്കുന്നതനുസരിച്ച് നിന്റെ മേൽ കർത്താവിന്റെ ശക്തി വെളിപ്പെടും. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ഓ ദൈവമേ, സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. തിരുരക്തക്കടലിൽ മുക്കണമേ, കാരുണ്യക്കടലിൽ കഴുകണമേ. സംഭവിക്കട്ടെ. തിരുരക്ത കോട്ടി കട്ടി കാക്കണമേ, തിരുരക്ത അഭിഷേകം നൽകണമേ. പഠിക്കേ. യേശുവേ, സംഭവിക്കട്ടെ. കഴുകണമേ, കാക്കണമേ. തിരുരക്തക്കടലിൽ മുക്കണമേ, കാരുണ്യക്കടലിൽ കഴുകണമേ. തിരുരക്ത കോട്ട കെട്ടി കാക്കണമേ, തിരുരക്ത അഭിഷേകം നൽകണമേ. സംഭവിക്കട്ടെ ദൈവമേ. ഓരോ വ്യക്തിയുടെ മേലും ഒരു പുതിയ അഭിഷേകം വെളിപ്പെടുന്ന സമയം കർത്താവ് ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് കരങ്ങൾ ഉയർത്തി കൈയടിച്ച് നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ചേർന്ന് പാടി. നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ഈശോയേ എന്ന് വിളിച്ച്. ഓ കർത്താവേ, ഈ ശുശ്രൂഷ സമയത്ത് ഓരോ വ്യക്തിയുടെ മേലും വെളിപ്പെടട്ടെ. കർത്താവേ, ഞങ്ങളുടെ ശരീരത്തെ പീഡിപ്പിക്കുന്ന സകല രോഗപീഠകളും സകല പാപവാസനകളും സകല ശാപപീഠകളും ഈ ശുശ്രൂഷ സമയത്ത് കർത്താവെ അഴിക്കണമേ. ലൂക്ക 10:19 ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെ മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ഈ ദൈവവചനത്തിന്റെ ശക്തിയാൽ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, യാചിച്ചുകൊണ്ടിരിക്കുന്ന, നിലവിളിക്കുന്ന ഓരോ വ്യക്തിയിലേക്കും ഒരു പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ. നിന്റെ ശരീരത്തിലെ രോഗപീഠകളെ കർത്താവ് നിർവീര്യം ചെയ്യുന്നു. നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ ശരീരത്തിലേക്ക് കർത്താവിന്റെ അഭിഷേകം, ഒരു സൗഖ്യം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയം നിനക്ക് എങ്ങനെയെല്ലാം പ്രാർത്ഥിക്കാൻ കർത്താവ് പ്രേരണ നൽകുന്നുണ്ടോ അതുപോലെ പ്രാർത്ഥിക്കേണ്ട സമയം. കൈകൾ ഉയർത്തി കണ്ണുകൾ അടച്ച് എല്ലാവരും സ്തുതിച്ചോളൂ. നാവിന്റെ എല്ലാ കെട്ടുകളും കർത്താവ് അഴിക്കട്ടെ. ഒരു പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ. ഈശോയെ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന. ഈ ശുശ്രൂഷ സമയത്ത് പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും, ഓരോ വ്യക്തിയുടെ കുടുംബത്തിലും, ഓരോ വ്യക്തിയുടെ സാഹചര്യത്തിലും കർത്താവിന്റെ ശക്തി വെളിപ്പെടുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില്, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തില്, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ തുടർന്നുള്ള ശുശ്രൂഷയ്ക്ക് അതിശക്തമായ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നന്നായിട്ട് പ്രാർത്ഥിക്കണം. കാരണം ഇത് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനതയാണ്. ദൈവം വിളിച്ചു ചേർത്ത ഒരു ജനതയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്പസമയം നമ്മൾ നന്നായിട്ട് വചനം വായിച്ച് പഠിച്ച് ആരാധനയിൽ പങ്കെടുക്കുന്ന സമയമാണ്. അപ്പൊ ഈ ഉള്ള സമയത്ത് നമ്മൾക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റണം. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ. ഈ പോട്ടയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ ഞെരുക്കവും മാറണമേ ആണോ? അല്ലെന്ന്. ഞെരുക്കം ഉണ്ടാകും. നിങ്ങൾ ഈ ശുശ്രൂഷ കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലോട്ട് ചെല്ലുന്നു, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇനി ഉടനെ തന്നെ വീട്ടിലെ അവസ്ഥയെല്ലാം മാറി ടിപ് ടോപ്പ്? അങ്ങനെയല്ല. ഞെരുക്കം ഈസ് പാർട്ട് ഓഫ് ലൈഫ്.
ഈ ഞെരുക്കം, കഷ്ടത എന്നുള്ളത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഈ ഞെരുക്കത്തിൽ ദൈവത്തോട് ചേർന്നിരുന്നാൽ ഈ ഞെരുക്കം നിനക്കൊരു അനുഗ്രഹമായിട്ട് പൂ വിരിയുന്നത് പോലെ നിന്റെ മുമ്പിൽ നിനക്ക് കൺവെട്ടത്ത് കാണാൻ പറ്റും. ഹല്ലേലൂയ. അപ്പൊ അതിനുള്ള ഒരു ഒരുക്കമാണ് നമ്മുടെ ഈ പ്രാർത്ഥനാ ശുശ്രൂഷ. അതിനുള്ള ഒരു ബലപ്പെടുത്തലാണ്. നമുക്കൊരു ബലം വേണം. അപ്പൊ ക്ഷമയോടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യണം. ഹല്ലേലൂയ. അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാവോ? നമ്മുടെ ഈ സഫറിങ്ങിനെ ടേൺ യുവർ സഫറിങ് ഇൻ ടു ലവ്. അതായത് ഈ സഹനത്തെ, ഈ പ്രതിസന്ധിയെ ഒരു സ്നേഹ പ്രകടനമാക്കി മാറ്റണം. ഹല്ലേലൂയ. അത്ര എളുപ്പമുള്ള കാര്യമല്ല, വളരെ കഷ്ടപ്പാട് പിടിച്ച കാര്യമാണ് അല്ലേ? എങ്ങനെയാ ഇതിനെ സ്നേഹമാക്കി മാറ്റാൻ പറ്റുന്നത്? നമ്മളെ മേല് അത്രമേല് ക്രൂരമ്പ് വരുമ്പോൾ എങ്ങനെയാ സ്നേഹിക്കാൻ പറ്റുന്നത്? പക്ഷേ ഈശോയുടെ കുരിശിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഈ സഫറിങ് അതൊരു സ്നേഹ പ്രകടനമായിട്ട് വെളിപ്പെടാൻ തുടങ്ങും. ഒരു കുഞ്ഞു വചനം ഒന്ന് വായിച്ചേ. റോമ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 18-ാം തിരുവചനം. റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 18. റോമ 8:18. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. കണ്ടോ, നമുക്ക് ഇതിനേക്കാളും വലിയൊരു മഹത്വം കാത്തിരിക്കുന്നു. അതുകൊണ്ട് ഇന്നത്തെ കഷ്ടതയുടെ മുമ്പിൽ നീ ഞെരുങ്ങിപ്പോകരുത്. ഇന്നത്തെ കഷ്ടതയെ ഒരു സ്നേഹമായിട്ട് നമ്മൾ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ഈ സ്നേഹത്തിന്റെ പ്രകടനം നമ്മുടെ സ്വഭാവത്തിൽ, സംസാരത്തിൽ ഉണ്ടായിരിക്കണം. ഇത് വിശുദ്ധ ഗ്രന്ഥം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുകയാണ്. നമ്മുടെ സഫറിങ് അതെന്തിനുള്ളതാണ്? മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള ഒരു വഴിയാക്കി മാറ്റണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നോമ്പ് എന്ന വാക്കിനുള്ള അർത്ഥം അത് തന്നെയല്ലേ? എന്താണ് നോമ്പ് എന്ന വാക്ക്? നോമ്പ് അതിനുള്ള അനേക നിർവചനങ്ങൾ ഉണ്ടെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നിർവചനം എന്നുള്ളത് നോവും അൻപും എന്നുള്ള 2 വാക്കുകൾ ചേർന്നാണ് നോമ്പ്. നോവും അൻപും. നോവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻ, അൻപ് എന്ന് പറഞ്ഞാൽ എന്താ? സ്നേഹം. ലവ് എന്നാണ് അൻപ്, സ്നേഹം. അപ്പൊ പെയിൻ പ്ലസ് ലവ്, അതാണ് നോമ്പ്. നോമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്നേഹം പ്രകടിപ്പിക്കാനുള്ള സമയമാണ്. വേദനയിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള സമയമാണ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് നോക്കിക്കേ. നിന്റെ വീട്ടിൽ നിന്നെ മറ്റുള്ളവർ കുറ്റപ്പെടുത്തുമ്പോഴും കളിയാക്കുമ്പോഴും അവരെ എന്ത് ചെയ്യണം? തിരിച്ച് കളിയാക്കണം, തിരിച്ച് തെറി പറയണം ആണോ? അല്ല. അവരെന്ത് ചെയ്യണം? സ്നേഹിക്കണം. നിന്റെ അനുദിന ജീവിതത്തിൽ നിന്നെ മറ്റുള്ളവർ പാര വെച്ച് വീഴ്ത്തുമ്പോൾ നീ എന്ത് ചെയ്യണം? ഡബിൾ പാര വെച്ച് അവരെ വീഴ്ത്തണം. അല്ല, എന്ത് ചെയ്യണം? അവരെ സ്നേഹിക്കണം. ഇന്നത്തെ നിന്റെ സഹനത്തിന് ചില കാരണക്കാരുണ്ടാവും. നിന്നെ കുറിച്ചില്ലാ കഥകൾ പറഞ്ഞവര്, നിന്റെ കുടുംബത്തെ തകർത്തവര്, നിങ്ങളുടെ ബന്ധങ്ങളെ തകർത്തവര്, അവരെ കണ്ടുപിടിച്ച് അവരെ കുറിച്ച് ഫേസ്ബുക്കിൽ എഴുതി നാട്ടുകാരുടെ മുമ്പിൽ നാറ്റിക്കണം ആണോ? ചെയ്യരുത്. കേട്ടല്ലോ? നമ്മൾ ചെയ്യേണ്ടത് എന്താ? നമ്മൾ അവരെ എത്രമേൽ സ്നേഹിക്കാവോ അത്രമേൽ സ്നേഹിച്ചാൽ നിനക്ക് ഗുണം ഉണ്ടാവും. നിന്റെ ജീവിതത്തിന്റെ അന്തരീക്ഷത്തിനൊരു മാറ്റം ഉണ്ടാവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്ത കാര്യം, 5-ാമത്തെ കാര്യം, അതായത് ഇന്നത്തെ നിന്റെ ഈ സഹന വഴികളിലൂടെ പോകുമ്പോൾ നീ ഓർത്തിരിക്കണം, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. കാരണം ഇറ്റ് ഈസ് നോട്ട് ആൻ എൻഡ്. ഇതൊരു അവസാനമല്ല. കുരിശിൽ അവസാനിക്കുന്നതല്ല ക്രൈസ്തവ ജീവിതം. മറിച്ച് എന്തായിട്ട് മാറി? കുരിശ് പുഷ്പിക്കും, അതാണ് ഈസ്റ്റർ. കുരിശ് പുഷ്പിക്കും, അതാണ് പെന്തക്കോസ്ത. എൻ്റെ പ്രിയപ്പെട്ടവരെ, കുരിശിൽ അവസാനിക്കുന്നതല്ല, മറിച്ച് അത് ഒരു വഴി മാത്രമാണ്. അത് ചെന്ന് അവസാനിക്കുന്നത് നിന്റെ മുമ്പിൽ മഹത്വം, ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഞെരുക്കം മാത്രമാണ് ഇന്നിന്റെ സഫറിങ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് നമ്മൾ വിശ്വസിച്ച് ഏറ്റെടുക്കണം. നമ്മുടെ മുമ്പിൽ അത് പഠിപ്പിക്കുന്നത് ലൂക്കാസ് വിശേഷം 9-ാം അധ്യായം അതിന്റെ 23-ാം തിരുവചനം ഒന്ന് വായിച്ചാലോ? ലൂക്ക് ചാപ്റ്റർ 9 വേഴ്സ് 23. ലൂക്ക 9:23. അവൻ എല്ലാവരോടുമായി പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് അനുദിനം തന്റെ കുരിശും എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. എന്നിട്ട് അടുത്ത വചനം കൂടെ വായിച്ചോ. സ്വന്തം
ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നെ പ്രതി ആ സ്വജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അതിനെ രക്ഷിക്കും എന്ന് പറഞ്ഞ രക്ഷ നഷ്ടമല്ലെന്ന്, നഷ്ടമല്ല. ഹല്ലേലൂയ. ഇന്നത്തെ നമ്മുടെ കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലുമുള്ള ഈ ഞെരുക്കം, കഷ്ടത അതൊരിക്കലും നഷ്ടമല്ല, അതൊരു മഹത്വത്തിനുള്ള വിളിയാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന രോഗികളുണ്ടെങ്കിൽ ശ്രദ്ധിക്കാൻ ഒരു വചനം പറയാം. പ്രത്യേകിച്ച് അപ്രതീക്ഷിതമായ ഏതെങ്കിലും രോഗങ്ങൾ കുടുംബത്തിലോ വ്യക്തി ജീവിതത്തിലോ വന്നു എന്നുള്ളതിൻ്റെ പേരിൽ എല്ലാം തീർന്നു എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ധ്യാനിക്കാൻ പറ്റിയ ഒരു കുഞ്ഞു വചനം. ഈ കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായി ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഒരു രോഗപീഠയ്ക്ക് മുമ്പിൽ ആ വ്യക്തി വല്ലാണ്ട് ഭാരപ്പെട്ട് എല്ലാം തീർന്നു, ഇങ്ങനൊരു ദൈവമുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലല്ലോ, ഇത്രയും നാളും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വ്യക്തി അതെല്ലാം നിർത്തി. അങ്ങനെ ഭാരപ്പെട്ടിരിക്കുമ്പോൾ ആ വ്യക്തിയുടെ മുമ്പിലേക്ക് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 4-ാം തിരുവചനം, ജോൺ 11:4 ഒന്ന് വായിച്ചേ. ലാസർ രോഗിയായി എന്ന വാർത്ത ഈശോയെ അറിയിച്ചപ്പോൾ ഈശോ പറയുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇവിടെ ആരെങ്കിലും രോഗികളായിട്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ദിസ് മെസ്സേജ് ഈസ് ഫോർ യു, ക്ലെയിം ആൻഡ് ബിലീവ്. 11:4 ജോൺ വായിച്ചേ. അത് കേട്ടപ്പോൾ യേശു പറഞ്ഞു, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളത്. ഒന്നാമത്തെ കാര്യം, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല. വാട്ട് ഡസ് ഇറ്റ് മീൻ? ഇത് ഒരു അവസാനം അല്ല. ഇറ്റ് ഈസ് നോട്ട് ദ എൻഡ്. നീ വിശ്വസിക്കണം. ഇന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രതിസന്ധി, അത് കടബാധ്യത, രോഗപീഠ, കുടുംബത്തിലെ തകർച്ച, ഇതോടുകൂടെ തീർന്നു, ഇതോടുകൂടി ലോകം അവസാനിച്ചു. അല്ല. ഇറ്റ് ഈസ് നോട്ട് ആൻ എൻഡ്. നീ അത് വിശ്വസിച്ചോണം. ഇതൊരു അവസാനമല്ല. രണ്ടാമത്തെ കാര്യം വായിച്ചേ. പ്രത്യുത ദൈവത്തിന്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടി അത്രേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവര് രണ്ടാമത്തെ മെസ്സേജ് സ്വീകരിച്ചോളൂ. എന്തിനാണ് ഇന്ന് നീ കടന്നു പോകുന്ന സഹനം എന്നുള്ളതിന് ഒരു ഉത്തരം പറയുവാണ്. ഇത് ദൈവമഹത്വത്തിനുള്ളതാണ്. ഇതൊരു അവസാനമല്ല, ഇതൊരു ദൈവമഹത്വത്തിനുള്ള വഴി മാത്രമാണ്. ഇറ്റ് ഈസ് ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്. ഇത് നീ സംഭവിക്കും. നീ ഇന്നല്ലെങ്കിൽ നാളെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു സാക്ഷിയായിട്ട് മാറണം. ഹല്ലേലൂയ. അത് വിശ്വസിക്കണം. മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷിയായിട്ട് മാറണം. നമ്മുടെ ധ്യാന മന്ദിരത്തിൽ തിരുരക്താഭിഷേക ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലത്തെ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടി ഒരു പേപ്പർ ചുരുട്ടി പിടിച്ചോണ്ട്, അവളുടെ പേര് ക്രിസ്റ്റി എന്നാണ്, അവൾ കൊണ്ടൊരു പേപ്പറും ചുരുട്ടി പിടിച്ചോണ്ട് വന്നിട്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് ദൈവജനത്തിൻ്റെ മുമ്പിൽ ഒരു സാക്ഷ്യം പറയണം. ഞാൻ ചോദിച്ചു, എന്നതാ? അച്ഛാ, കഴിഞ്ഞ ജനുവരി മാസത്തിൽ ഞാനിവിടെ വിശുദ്ധീകരണ ധ്യാനം വന്ന് കൂടിയ ആളാണ്. അന്ന് എൻ്റെ ജീവിതത്തിലെ വലിയ ഞെരുക്കത്തിൻ്റെ നടുവിൽ, ജോലി ഇല്ലായ്മയുടെ നടുവിൽ എന്തു ചെയ്യണമെന്നറിയാതെ ഭാരപ്പെട്ട് ഞാനിവിടെ വന്നതാ. അച്ഛാ, കർത്താവ് എൻ്റെ മേൽ ഇടപെട്ടു. ഞാൻ ചോദിച്ചു, ഈ പേപ്പർ? അച്ഛാ, എനിക്ക് കിട്ടിയിരിക്കുന്ന അപ്പോയിൻമെന്റ് ലെറ്ററാണിത്. എനിക്ക് ദൈവജനത്തോടൊരു കാര്യം പറയണം, ഇവിടെ ഈ ധ്യാനം കൂടുന്നവരോടൊരു കാര്യം പറയണം. എന്താണെന്നറിയാവോ? കർത്താവ് വഴി തുറക്കും. നിന്റെ ജീവിതത്തിൽ നീ കരയുന്ന ആ കരച്ചിൽ ഒരു അവസാനമല്ല, മറിച്ച് അതൊരു വഴിയുണ്ട് എന്ന് പറയണം. അതിനാണ് അച്ഛാ ഞാൻ ഈ ധ്യാനത്തിൽ വന്നിരിക്കുന്നത്. ഇതെനിക്കൊരു സാക്ഷ്യമാണ്, ദൈവജനത്തോടൊരു സാക്ഷ്യമാണ്. ആ അപ്പോയിൻമെന്റ് ലെറ്റർ ആ പെൺകുട്ടി അത് ഉയർത്തിപ്പിടിച്ചോണ്ട് പറയാം, അച്ഛാ ഇത് ദൈവജനത്തോട് പറയണം. ഇങ്ങോട്ട് നോക്കിക്കേ, ഇതൊരു സിംഗിൾ ഇൻസിഡന്റ് അല്ല, ഒറ്റപ്പെട്ട സംഭവമല്ല, മറിച്ച് ഇത് വചനത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിക്ക് ഇത് സംഭവിക്കും. ജോലി മാത്രമല്ല, ഏതൊരവസ്ഥയും കർത്താവ് ഇതൊരവസ്ഥ മാറ്റി നിന്നെ ഒരു സാക്ഷിയാക്കി ഉയർത്തും. ആമേൻ. വിശ്വസിക്കുന്ന ദൈവജനമേ, 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോളൂ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. നമ്മൾ ഇന്ന് കടന്നു പോകുന്ന ഏതൊരവസ്ഥയും ഇതാ പത്രോസ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, ഇതൊരു ദൈവവിളിയാണ്. 1 Peter chapter 2 verse 21. ഇത് നിനക്കൊരു ദൈവവിളി കിട്ടിയിരിക്കുകയാണ്. ഈ വിളിയുടെ പ്രത്യേകത എന്തെന്നറിയോ? അനേകർക്ക് അനുഗ്രഹമാകാനുള്ള വിളി. കർത്താവെ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങൾ ഇന്ന് കടന്നു പോകുന്ന സഹന വഴികളെ കർത്താവെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്ക് നൽകപ്പെടുന്ന ശക്തിക്കും കൃപയ്ക്കും നന്ദി. കർത്താവ്, ഞങ്ങൾക്ക് ആത്മധൈര്യം വേണം, ഞങ്ങൾക്ക് ആത്മശക്തി വേണം. കർത്താവ്, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങളുടെ ജീവിതത്തിലെ സഹന വഴികളെയും കുരിശോട് ചേർത്ത് മനസ്സിലാക്കാൻ ഞങ്ങൾ തീരുമാനിക്കുന്നു. 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ചോ.
കർത്താവെ, ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. ഓൺലൈനിൽ പങ്കെടുക്കുന്നവര്, ഓഫ്ലൈനിൽ പങ്കെടുക്കുന്ന ദൈവജനം, ഈ ദൈവജനത്തിലേക്ക് അഭിഷേകം വെളിപ്പെടട്ടെ, ഭാരങ്ങൾ മാറട്ടെ, കെട്ടുകൾ അഴിയപ്പെടട്ടെ, വലിയ പ്രത്യാശ നിറയപ്പെടട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പറഞ്ഞേ ആമേൻ, ആമേൻ. നമുക്കെല്ലാവർക്കും മുട്ടുകുത്താം. നമ്മൾ ആരാധനയിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥിച്ച മേഖലകളെല്ലാം ഈ ആരാധന സമയത്ത് നമ്മൾ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. ഈശോയെ, എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും കർത്താവെ അങ്ങ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ, ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ആരാധനയുടെ ഗീതം ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാവരും ആഗ്രഹിക്കട്ടെ. ഓ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ, ഈ കൃപയാൽ എന്നെ നിറയ്ക്കണമേ, ഒരു പുത്തൻ അഭിഷേകത്താൽ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവെ, ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ശക്തി ഓരോ വ്യക്തിയിലേക്കും വെളിപ്പെടട്ടെ, ഒരു പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ. എല്ലാവരും ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കൈയടിച്ചേ. യെസ്, നന്നായിട്ട് കൈയടിച്ചേ. പോരാ, കണ്ണുകളടച്ച് കൈയടിച്ചോ. കർത്താവ് ഈ ശുശ്രൂഷ സമയത്ത് സംഭവിക്കട്ടെ. ആമേൻ, ആമേൻ. യെസ്. ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, പഠിക്കേ. പരിശുദ്ധാത്മാവേ, ആമേൻ. ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ആഗ്രഹിച്ച് പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ. ആമേൻ. ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, പാടി. ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ആമേൻ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച്, ദാഹത്തോടെ വിളിച്ച്, ഓരോ വ്യക്തിയുടെ മേലും ആത്മാവിന്റെ ശക്തി, അത്ഭുത ശക്തി വെളിപ്പെടട്ടെ. നിന്റെ ജീവിത വഴികളിൽ പരിശുദ്ധാത്മാവ് നിറയട്ടെ. ഒരു പുതിയ അഭിഷേകം നിറയുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ, ദൈവിക ശക്തി കൊണ്ട് നിറയപ്പെടട്ടെ. ഓ ദൈവത്തിന്റെ ആത്മാവേ, ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും നിറയപ്പെടട്ടെ, അഭിഷേകത്തിന്റെ ശക്തി നിറയപ്പെടട്ടെ, എല്ലാ കെട്ടുകളും അഴിയപ്പെടട്ടെ. കർത്താവേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധന. കൈയടിച്ചേ, കണ്ണുകളടച്ച് കൈയടിച്ചേ. ഇപ്പോൾ തന്നെ കൈയടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനേകരെ കർത്താവ് അനുഗ്രഹിക്കുന്നു. കർത്താവ് നിന്റെ സഹനത്തിൽ ഇടപെടുന്നു. ഇതൊരു അവസാനമല്ലെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഗർഭിണിയായ ഒരു സഹോദരിയെ കർത്താവ് ഈശോ പ്രത്യേകമായിട്ട് സ്പർശിക്കുന്നു. കർത്താവ് നിന്റെ മേൽ അത്ഭുതകരമായിട്ട് ഇടപെടുന്നു. എല്ലാ അവസ്ഥയ്ക്കും കർത്താവ് ഒരു മാറ്റം വരുത്തുന്നു. നിന്റെ ചിന്താഗതികളെ പരിശുദ്ധാത്മാവ് മാറ്റിമറിക്കുന്നു. നിന്റെ ഭാരം കർത്താവ് മാറ്റുന്നു. ഈശോ നിന്നിൽ ഇടപെടുന്നു. ഓർത്തോർത്തുള്ള ദുഃഖത്തിൽ കർത്താവ് ഇടപെടുന്നു. കർത്താവിന്റെ ആത്മാവ് നിന്നിൽ ഇടപെടുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. വലിയ കണ്ണുനീരിലൂടെ കടന്നു പോകുന്ന ഒരു സഹോദരനെ കർത്താവ് ആശ്വസിപ്പിക്കുന്നു. മകനെ ഓർത്ത് കരയുന്ന അപ്പനെ കർത്താവ് ആശീർവദിക്കുന്നു. അപ്പന്റെ കണ്ണുനീരും പ്രാർത്ഥനയും അനുഗ്രഹമാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. ഓരോ വ്യക്തിയിലും അഭിഷേകം നിറയപ്പെടട്ടെ, ദൈവശക്തി നിറയപ്പെടട്ടെ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ശാരീരികമായിട്ടുള്ള വേദനകൾ കർത്താവ് എടുത്തു മാറ്റുന്നു. ഭാരപ്പെട്ടിരിക്കുന്ന അനേകരെ കർത്താവ് വിശുദ്ധീകരിക്കുന്നു. അനേക ദിവസങ്ങളായി പനി പിടിച്ചു കിടക്കുന്ന ഒരു കുട്ടിയെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. കർത്താവിൻ്റെ ആത്മാവ് വെളിപ്പെടുന്നു. ഓൺലൈനിൽ പങ്കെടുക്കുന്ന അനേകരെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഈശോയുടെ മഹത്വം നിന്നിലേക്ക് വെളിപ്പെടുന്നു. നീ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഒരു അഭിഷേകം വെളിപ്പെടുന്നു.
ഒരു കാർ ഇടിച്ചുണ്ടായ ആക്സിഡന്റിനെ തുടർന്നുണ്ടായ ദുഃഖത്തിൽ നിന്നൊരു കുടുംബത്തെ കണ്ണുനീര് കർത്താവ് ആശ്വസിപ്പിക്കുന്നു. കർത്താവ് ആ വിഷയത്തിന് ഒരു ഉത്തരം നൽകി അനുഗ്രഹിക്കുന്നു. ഈശോ നിന്നിൽ ഇടപെടുന്നു, ഒരു പുതിയ അഭിഷേകം നൽകുന്നു. കർത്താവിന്റെ കരം നിന്റെ കൂടെയുണ്ട്. ഒരു ഇന്റർവ്യൂവിന് വേണ്ടി ഒരുങ്ങുന്ന മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. കരങ്ങൾ ഉയർത്തി കൈയടിച്ചേ. ആമേൻ. ശക്തിയോടെ കൈയടിച്ചേ. ആമേൻ. മൈറ്റി പവർ, മൈറ്റി അനോയിന്റിംഗ്. കുരിശിന്റെ വഴിയെ നടന്നിടുവാൻ, ആമേൻ. ത്യാഗത്തിൻ വഴിയെ നടന്നിടുവാൻ, ഈശോയേ, കുരിശിന്റെ വഴിയെ നടന്നിടുവാൻ. ത്യാഗത്തിൻ വഴിയെ നടന്നിടുവാൻ. ആമേൻ, ആമേൻ. കുരിശിന്റെ വഴിയെ നടന്നിടുവാൻ, നടന്നിടുവാൻ. ത്യാഗത്തിൻ വഴിയെ നടന്നിടുവാൻ. സംഭവിക്കട്ടെ. കുരിശിന്റെ വഴിയെ നടന്നിടുവാൻ. യേശുവേ, ത്യാഗത്തിൻ വഴിയെ നടന്നിടുവാൻ. ആമേൻ. പാപത്തിൻ മാർഗങ്ങൾ ത്യജിച്ചിടുവാൻ, യേശുവേ, യേശുവിൻ മാർഗത്തിൽ ജീവിച്ചിടാൻ. പാപത്തിന്റെ വഴികൾ പാപത്തിൻ മാർഗ്ഗം ത്യജിച്ചിടാൻ. ശോ. യേശു മാർഗ്ഗത്തിൽ ജീവിച്ചിടാൻ. സ്വർഗത്തെ നോക്കി യാത്ര ചെയ്യാൻ കൃപയും ശക്തിയും പകരണമേ. സ്വർഗത്തെ നോക്കി യാത്ര ചെയ്യാൻ നോക്കി യാത്ര ചെയ്യാൻ കൃപയും ശക്തിയും കരങ്ങൾ ഉയർത്തി കൈയടിച്ച് പാടി. ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, പാടി പാടി. ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, ആമേൻ, ആമേൻ. ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ. ചേർന്ന് പാടി. ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, ആമേൻ. ഞങ്ങളിൽ വന്നു നിറയണമേ, യേശുവേ. ഞങ്ങളിൽ വന്നു വസിക്കണമേ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ വന്നു നിറയണമേ, ഒരു പുതിയ അഭിഷേകം നിറയപ്പെടുന്നു. ഞങ്ങളിൽ വന്നു വസിക്കണമേ. ഓരോ വ്യക്തിയിലും കൃപയ്ക്ക് മേൽ കൃപ നിറയപ്പെടുന്നു. ഞങ്ങളിൽ വന്നു നിറയണമേ, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ വന്നു വസിക്കണമേ. ഭാരപ്പെട്ടിരിക്കുന്ന അനേകരെ കർത്താവ് അനുഗ്രഹിക്കുന്നു. യേശുവേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ. യേശുവേ. ദൈവത്തിനാത്മാവേ, ദൈവത്തിനാത്മാവേ. പരിശുദ്ധാത്മാവേ, ഓ കർത്താവേ, പരിശുദ്ധാത്മാവേ, സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് ഞങ്ങളിൽ വന്നു നിറയണമേ, യേശുവേ. ഞങ്ങളിൽ വന്നു വസിക്കണമേ, ഞങ്ങളിൽ വന്ന് ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ. സംഭവിക്കുന്നു. ഞങ്ങളിൽ വന്നു നിറയണമേ, ദൈവജനത്തിന്റെ മേൽ ഞങ്ങളിൽ വന്നു വസിക്കണമേ. സംഭവിക്കുന്നു. ഞങ്ങളിൽ വന്നു നിറയണമേ, ഓ ദൈവമേ. ഞങ്ങളിൽ വന്നു വസിക്കണമേ. രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച ഒരൊറ്റ വിളി, എന്റെ പരിശുദ്ധാത്മാവേ. ഓ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ, mighty anointing, the mighty anointing സംഭവിക്കട്ടെ. എന്റെ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഓ ദൈവമേ, ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. ദൈവിക കൃപ കൊണ്ട് നിറയപ്പെടട്ടെ. കർത്താവ് നിന്നെ അനുഗ്രഹിക്കുന്നു. ഓരോ വ്യക്തിയും വിശ്വസിക്കുക, കർത്താവിൻ്റെ അനുഗ്രഹം എൻ്റെ മേലുണ്ട്. ഓൺലൈനിൽ പങ്കെടുക്കുന്ന, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ ചില യാത്രകളോട് ബന്ധപ്പെട്ടൊക്കെ ഭാരപ്പെട്ടിരിക്കുന്നവരെ കർത്താവ് അനുഗ്രഹിക്കുന്നു. നിനക്കുള്ള വഴി കർത്താവ് തുറക്കുന്നു. നീ വിഷമിക്കേണ്ട. കർത്താവ് നിന്റെ മേൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്നു. നമുക്ക് മുട്ടുകുത്താം. കരങ്ങൾ കൂപ്പി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കുകയാണ്, എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഈ ആശീർവാദം എൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ വഴികളെ തുറക്കുന്ന ആശീർവാദമാണ്. കർത്താവെ, പലപ്പോഴും എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു പോകുന്ന പല സന്ദർഭങ്ങളിലും നിന്റെ കുരിശാണ് എൻ്റെ മുമ്പിലുള്ള ഉത്തരം. കർത്താവെ, ആ കുരിശിൽ നോക്കി ജീവിക്കാൻ എന്നെ പഠിപ്പിക്കണമേ, ബലം നൽകണമേ. ആഗ്രഹിച്ച് കരങ്ങൾ കൂപ്പി ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഈശോയേ, 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 ആശീർവദിക്കണമേ, ഞങ്ങളെ ആശീർവദിക്കണമേ. ഈശോയേ, 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 ആശീർവദിക്കണമേ, ഞങ്ങളെ ആശീർവദിക്കണമേ. ഈശോയേ, 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 ആശീർവദിക്കണമേ,
കേണമേ, ഞങ്ങളെ ആശീർവദിക്കണമേ. ൂഹായേറി കാറ്റായി വാ